ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മഴയില്ലാത്ത ദേശത്ത് മഴ പെയ്തു. 3.5 വർഷം മഴയില്ലാതിരുന്നു. എന്നാൽ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന ഏലിയാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. നാളുകളായി മഴയില്ലാതെ വരണ്ടു പോയ ഭൂമിയിലേക്ക് മഴ പെയ്യിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വലിയൊരു യാഗം അതിനു മുമ്പ് നടന്നു കഴിഞ്ഞിരുന്നു. യാഗം കർമ്മേൽ ഗിരിയുടെ മുകളിൽ ഏലിയാവ് യാഗം കഴിച്ചു. യഹോവയുടെ നാമത്തിൽ യാഗം കഴിച്ചു. യഹോവയ്ക്ക് യാഗം കഴിച്ചു. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു യാഗം ആവശ്യമാണ്. യാഗം കഴിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ചെല്ലുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏലിയാവ് ചെയ്തതുപോലെ കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിൻ മീതെ കിടത്തുകയോ തീ കൊടുക്കുകയോ ഒന്നുമല്ല. യാഗമെന്ന് പറയുന്നത് എന്താണ്? നമ്മെ തന്നെ പൂർണ്ണമായും സമ്പൂർണമായും വിട്ടുകൊടുക്കുന്നതാണ് യാഗം. നമ്മെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യാഗം. 50-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലാതിരിക്കാൻ കാരണം അതിൻ്റെ പിന്നിൽ യാഗമില്ല, ദൈവസന്നിധിയിൽ അർപ്പണമില്ല, സമ്പൂർണമായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുള്ളതായി യാഗമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവസന്നിധിയിൽ പ്രസാദയോഗ്യമായി തീരുന്നില്ല. ദൈവസന്നിധിയിൽ പ്രസാദയോഗ്യമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗം വേണം. ഒരു ത്യാഗമുണ്ട്. ത്യാഗമില്ലാതെ ദൈവസന്നിധിയിൽ പ്രസാദയോഗ്യമായി പ്രാർത്ഥന കഴിക്കാൻ സാധിക്കുകയില്ല. ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണ കഥയാണ്. ഒരു രാജഭരണമുള്ള കാലമാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള വലിയൊരു വഴി രാജാവ് വെട്ടി. മനോഹരമായ ഒരു വഴി, നല്ല സുന്ദരമായ വഴി, നല്ലപോലെ മനോഹരമാക്കി നല്ല സുന്ദരമാക്കി നല്ല വഴി വെട്ടി. ആ വഴിയിൽ ഒരു ദിവസം പെട്ടെന്ന് കണ്ടു ഒരു വലിയൊരു കല്ല് വഴി മധ്യത്തിൽ. അതിൽ കൊട്ടാരത്തിലേക്ക് പോകുന്നവരും വരുന്നവരും ഒക്കെ പരസ്പരം പറഞ്ഞു, തന്നത്തം പറഞ്ഞു, എന്തൊരു ശല്യം, രാജകൊട്ടാരത്തിലേക്കുള്ള നല്ല വഴിയായിരുന്നു, പക്ഷേ വഴിയിൽ താണ്ടി ഒരു കല്ല് കിടക്കുന്നു. എന്തൊരു കഷ്ടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. രാജാവ് ഇത് കണ്ടില്ലായിരിക്കുമോ? രാജാവിൻ്റെ സേവകന്മാർ കണ്ടില്ലായിരിക്കുമോ? രാജാവിൻ്റെ സേവകന്മാർക്ക് എന്താ പണി? അവരിതൊക്കെ നോക്കാത്ത എന്താ? ഈ വഴിയിൽ കല്ല് കിടക്കുന്ന കാര്യം നോക്കാത്ത എന്താ? ഓരോരുത്തരും ചിലർ ശകാരിച്ചു, ചിലർ ദേഷ്യപ്പെട്ടു, ചിലർ രാജാവിനെ കുറ്റം പറഞ്ഞു, ചിലർ രാജാവിൻ്റെ സേവകന്മാരെ കുറ്റം പറഞ്ഞു. ആ കല്ല് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ആരും ആ കല്ല് മാറിക്കടന്നു പോയല്ലാതെ കല്ല് മാറ്റാൻ തയ്യാറായില്ല. വലിയ കല്ലാണ്. എന്നാൽ ഒരാൾ അത് പോയപ്പോൾ വിചാരിച്ചു, ഈ കല്ല് എടുത്ത് മാറ്റിക്കളയാം, അനേകർക്ക് നടക്കാനുള്ള വഴിയല്ലേ, രാജകൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിലല്ലേ കല്ല്, ഇത് മാറ്റിക്കളയാം. വളരെ വിഷമിച്ച് പാവം അയാൾ ആ കല്ല് അങ്ങ് ഉന്തി ഉരുട്ടി മാറ്റി. കല്ല് മാറ്റി കഴിഞ്ഞപ്പോൾ അടിയിൽ താണ്ടി ഒരു കിഴി ഇരിക്കുന്നു. ഒരു കിഴി എന്താണാവോ? നോക്കിയപ്പോൾ കിഴിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നു, ഈ കല്ല് മാറ്റുന്നവർക്ക് ഈ കിഴി ഉപഹാരം, ഈ കിഴി സമ്മാനമാണ്, ഈ കല്ല് മാറ്റുന്നവർക്കാണ് ഈ കിഴി. അയാൾ കല്ല് മാറ്റി കിഴി തുറന്നു നോക്കിയപ്പോൾ നിറയെ സ്വർണ്ണ നാണയം. അവിടുത്തെ ഭാഗ്യമായിപ്പോയല്ലോ, ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും, ഞാൻ ഇത്തിരി ത്യാഗം സഹിച്ചെങ്കിലും ഈ കല്ല് ഉരുട്ടി മാറ്റാൻ ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഈ കല്ലിൻ്റെ അടിയിലിരുന്ന് കിഴി കിട്ടി. ഇതൊരു ചെറിയ ഉദാഹരണ കഥയാണ്. നമ്മുടെ ജീവിതത്തിൽ
കഷ്ടപ്പെടാൻ മനസ്സ് വരണം. മറ്റുള്ളവരിൽ കുറ്റം ചാരുകയല്ല വേണ്ടത്, മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയുകയല്ല വേണ്ടത്. ഒരു ചൊല്ലുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുളിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കുന്നതാണ് നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിനെ നമുക്ക് ഇരുട്ടിനെ വേണമെങ്കിൽ നമുക്ക് ശപിക്കാം, അതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറുതിരിയെങ്കിലും കത്തിച്ച് വയ്ക്കുക. ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, എന്തൊരു ശല്യമാണ്, എന്തൊരു പ്രയാസമാണ്, ഇവിടെ എപ്പോഴും ഇരുട്ട് തന്നെ. ഇങ്ങനെ പരാതി പറയാം, പരിഭവിക്കാം, ശകാരിക്കാം, ശാസിക്കാം, വഴക്ക് പറയാം, നിരാശപ്പെടാം. പക്ഷേ അതിന് പകരം ഒരു ചെറുതിരി കത്തിയാൻ ശ്രമിക്കൂ. ഒരു ചെറുതിരി. നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കൊണ്ടാവുക ചെയ്യാൻ നാം തയ്യാറാകണം. ത്യാഗം സഹിക്കാൻ നാം തയ്യാറാകണം, ത്യജിക്കാൻ തയ്യാറാകണം, ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നമ്മുടെ ചില സുഖസൗകര്യങ്ങൾ, നമ്മുടെ ചില ഇമ്പങ്ങൾ, നമ്മുടെ ചില സന്തോഷങ്ങൾ എന്ന് വേണ്ട നമുക്ക് പ്രിയങ്കരമായ ചിലതെല്ലാം ത്യജിക്കാൻ നാം തയ്യാറാകുമ്പോൾ അവിടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തും. ത്യജിക്കുന്നിടത്താണ് അനുഗ്രഹം പകരുന്നത്. നമ്മുടെ ജീവിതത്തിൽ യാഗം കഴിക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിലേക്ക് പ്രാർത്ഥന ഉയരും. ഏലിയാവ് യാഗം കഴിച്ചു. വലിയൊരു റിസ്ക്കുള്ള കാര്യമായിരുന്നു ഏലിയാവ് ചെയ്തത്. കാരണം ഒട്ടേറെ ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേര്, അശേര പ്രവാചകന്മാർ 400 പേര്, ഇവരെല്ലാം തിങ്ങി നിൽക്കുന്ന വലിയൊരു സദസ്സ്, എതിരാളികൾ ഒട്ടേറെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എതിരാളികൾ. രാജാവും എതിരെ, രാജാവിൻ്റെ ഭാര്യ ഇസബേലും എതിരെ, ആഹാബ് രാജാവ് എതിരെ, ആഹാബിൻ്റെ ഭാര്യ ഇസബേലും എതിരെ. ആരും അനുകൂലമില്ല. ഏലിയ ഒറ്റയ്ക്ക്. എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം ഒറ്റയ്ക്കാണ്, നാം ഏകാന്ത പഥികരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. വിശ്വാസ ജീവിതത്തിൽ അനേകർ നമ്മുടെ കൂടെ കൂടിയെന്ന് വരികയില്ല. വിശുദ്ധ ജീവിതത്തിൽ പലരും നമ്മുടെ കൂടെ പോയിയെന്ന് വരികയില്ല. പലരും ആദ്യം തുടങ്ങിയാലും ചിലർ മാറിപ്പോയി എന്ന് വരും. എന്നാൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നു, ദൈവത്തോട് നിന്നു. ഏലിയാവിൻ്റെ ധൈര്യം അതായിരുന്നു. ഏലിയാവ് ദൈവത്തോടുകൂടിയാണ് നിന്നത്. ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, പക്ഷേ എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഏലിയാവിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ എനിക്കുണ്ട് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഏലിയാവ് ധൈര്യത്തോടെ നിന്നു, നല്ല പ്രാഗൽഭ്യത്തോടെ നിന്നു. ഏലിയാവ് യാഗം കഴിച്ചു. ഈ യാഗം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ആശേർ പ്രവാചകന്മാരുടെയും ബാലിൻ്റെ പ്രവാചകന്മാരുടെയും എല്ലാം അവരുടെയെല്ലാം തനിനിറം വ്യക്തമായത്. അവരെ കൊണ്ട് സാധിക്കാത്തത് ഏലിയാവിന് സാധിച്ചു. ആത്മീയ ജീവിതം റിസ്ക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ലേശകരമാണ്, അത് അപായകരമാണ്, അത് അപകടകരമാണ്. ആത്മീയ ജീവിതം നാം വിചാരിക്കുന്ന പോലത്തെ സുഖകരമല്ല. നമ്മൾ വിചാരിക്കും ആത്മീയ ജീവിതം അല്ല, ഇനി ആർക്കും ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക്, കൂട്ടായ്മയിൽ വരുന്നവർക്ക് രോഗം വരില്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് ഇനി ആപത്ത് വരില്ല, ഒരു പരീക്ഷ പാസ്സാകും, ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകും, പിള്ളേരെല്ലാം നല്ല ഹയസ്റ്റ് മാർക്കിൽ പാസ്സാകും. അല്ല. ആത്മീയ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം സുഗമമാകുക എന്നല്ല അതിൻ്റെ അർത്ഥം. അത് പുഷ്പശയ്യല്ല ആത്മീയ ജീവിതം. അത് മുൾപാതയാണ്, മുള്ള് നിറഞ്ഞു കിടക്കുന്ന പാതയാണ്. മുള്ള് നിറഞ്ഞ പാതയിൽ കൂടി നാം വളരെ കരുതലോടെ ഓരോ ചുവട് വെച്ച് പോകുന്നതാണ് ആത്മീയ ജീവിതം. വളരെ ക്ലേശകരമാണ്. അനേകർ എതിർക്കും, അനേകർ എതിരാളികളായി കൂട്ടം കൂടും. നമ്മെ പലരും കല്ല് വാരി എറിയും, നമ്മെ പലരും ചെളി വാരി എറിയും. നാം ഒരിക്കലും ചിന്തിക്കാത്ത തെറ്റുകൾ നമ്മുടെ മേൽ ആരോപിച്ചെന്ന് വരും. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത ചില കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിച്ചെന്ന് വരും. മിഥ്യ അപവാദങ്ങൾ നമ്മുടെ നേരെ ആഞ്ഞെറിഞ്ഞെന്ന് വരും. അപഹസനങ്ങളും ആക്ഷേപങ്ങളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തുച്ഛീകരണങ്ങളും എല്ലാം ഉണ്ടായി എന്ന് വരും. അതിൻ്റെ എല്ലാം മധ്യത്തിൽ പതറാതെ മുന്നോട്ട് പോകുന്നവനാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി നേടുന്നത്. ഏലിയാവ് വലിയൊരു കൂട്ടം എതിരാളികളുടെ മധ്യത്തിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നു. ഏലിയാവ് യാഗം കഴിച്ചു. കർമ്മേൽ മലയുടെ മുകളിൽ സ്വർഗത്തിൽ തീ ഇറങ്ങി. സ്വർഗത്തെ തീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന ശരിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, യാഗം കഴിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും, പരിശുദ്ധാത്മാവോടെ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഇതൊരു പാഠമായി നാം എടുക്കണം. ആത്മാർത്ഥമായി ത്യാഗം സഹിച്ച് റിസ്ക് എടുത്ത് ആത്മീയ ജീവിതത്തിന് റിസ്ക് എടുക്കാൻ തയ്യാറായി, യാഗം കഴിക്കാൻ തയ്യാറായി നാം മുന്നോട്ട് വരുന്നെങ്കിൽ അവിടെ തീ ഇറങ്ങും, സംശയിക്കേണ്ട. സ്വർഗത്തിൽ തീ ഇറങ്ങും.
ഇന്ന് നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും യാചിച്ചിട്ടുണ്ടോ, കർത്താവ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങണമെന്ന്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തെ തീ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് സ്വർഗത്തിൽ തീ ഇറങ്ങണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തീ ഇറങ്ങണം. ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. യാഗവസ്തു ദഹിച്ചു. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ തോറ്റു, അശേര പ്രവാചകന്മാർ തോറ്റു. അശേര പ്രവാചകന്മാരും ബാലിന്റെ പ്രവാചകന്മാരും എല്ലാം തോറ്റു. ഏലിയാവ് ജയിച്ചു. പിന്നെ ഒരു ജയത്തിന് മുന്നേറ്റമായിരുന്നു. പക്ഷേ ഏലിയാവ് എന്താണ് ചെയ്തത്? ഏലിയാവ് ചെയ്തത് നേരെ ദൈവസന്നിധിയിൽ ചെന്ന് മുഴങ്കാലുകളുടെ ഇടയിലേക്ക് തല പൂഴ്ത്തി വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് വായിക്കാം. രാജകുമാരൻ 1-ാമത്തെ പുസ്തകത്തിലെ ഭാഗമുണ്ട്. 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 41-ാം വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകൾ നടുവിൽ വെച്ചു. തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ചിന്തയും മാറ്റി മുഖം മുഴങ്കാലുകളുടെ ഇടയിലേക്ക് വെച്ചു. ഒന്നും കാണുന്നില്ല, ഒന്നും നോക്കുന്നില്ല, പരിസരം എന്താണെന്നൊന്നും നോക്കുന്നില്ല. തൻ്റെ മുഖം മുഴങ്കാലുകളുടെ ഇടയിലേക്ക് പൂഴ്ത്തി വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാണ് പ്രാർത്ഥിച്ചത്? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഏലിയാവിനറിയാം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്ന്. കാരണം ഇപ്പോൾ അനുഭവമുണ്ട്. തീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി. യാഗവസ്തു ദഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു, യാഗവസ്തു ദഹിച്ചു. ഇപ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവാണ്. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് ഏലിയാവ്. പക്ഷേ ഏലിയാവ് പ്രാർത്ഥന തുടങ്ങി. മുഴങ്കാലുകളിലേക്ക് തല പൂഴ്ത്തി വെച്ചുകൊണ്ട് ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അല്പം മുൻപ് നീ കർമ്മേൽ തീ ഇറക്കിയല്ലോ. ഇപ്പോൾ കർത്താവേ, ഈ ദേശത്ത് നീ മഴ ഇറക്കണമേ, മഴ പെയ്യണമേ. 3.5 കൊല്ലമായല്ലോ മഴ പെയ്തിട്ട്, 3.5 കൊല്ലമായല്ലോ ക്ഷാമം ബാധിച്ചിട്ട്, 3.5 കൊല്ലമായല്ലോ തോടെല്ലാം വറ്റിപ്പോയിട്ട്, 3.5 കൊല്ലമായല്ലോ പട്ടിണി മരണങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ട്. കർത്താവേ, ഇപ്പോൾ നീ മനസ്സലിഞ്ഞ് മഴ അയക്കണമേ. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 3.5 കൊല്ലം മുമ്പ് ആഹാബ് രാജാവിന് മുമ്പിൽ ചെന്ന്, ഇനി ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഏലിയാവാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വ്യക്തമായ അനുഭവം പ്രാപിച്ചുകൊണ്ട് പറയുകയാണ് ഏലിയാവ്. പക്ഷേ ആ ഏലിയാവ് ഇപ്പോൾ കർത്താവേ മഴ തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിന് ബാല്യക്കാരനുണ്ട്. അവിടെ പറഞ്ഞു, അവനെ നീ ചൊന്ന് നോക്ക്, എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? നീ ആ കടലിൻ്റെ മുകളിലേക്ക് നോക്ക്. കടൽ അങ്ങ് അറ്റത്ത് ഭൂമിയോട് മുട്ടുന്ന ആ ചക്രവാള സീമയിലേക്ക് നീ ഒന്ന് നോക്കൂ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ചു, നീ ഒന്നുകൂടി ചെന്ന് നോക്ക്. ഇല്ല, ഒന്നും കാണുന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ചു, ഒന്നുകൂടി ചെന്ന് നോക്ക്. ഇല്ല, ഒന്നും കാണുന്നില്ല. 7 പ്രാവശ്യം അവൻ പോയി. 7-ാം പ്രാവശ്യം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. ഒരു കൈപ്പത്തിയോളം മേഘം, അല്പമേ ഉള്ളൂ, ഒരു കൈപ്പത്തിയോളം മേഘം. ഏലിയാവ് തൃപ്തിയായി, സന്തോഷമായി. കടലിൽ നിന്ന് ഒരു കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നു ഏലിയാവ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, കൈപ്പത്തിയോളം മേഘം മതി, ഒരു കൈപ്പത്തിയോളം മേഘം. രോഗം മുഴുവൻ മാറിയില്ല. കർത്താവേ, രോഗം മാറുമെന്നതിൻ്റെ ഒരു ചെറിയ ലക്ഷണം നീ കാണിച്ചു തരണമേ. നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. നിൻ്റെ ദാസന് അതിന് ശക്തി തന്ന് നിൻ്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. കർത്താവേ, രോഗം മാറിയില്ല, പക്ഷെ മാറുമെന്നതിൻ്റെ ഒരു സൂചന നീ തരണമേ. കർത്താവേ, മാറാൻ പോകുന്നുള്ളതിൻ്റെ സൂചന നീ തരണമേ.
സൂര്യൻ ഉദിച്ചില്ല. പക്ഷേ സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നതിന് മുൻപുള്ള ആ കിഴക്കേ ആകാശത്തിലെ ആ ചുവപ്പ് ഒന്ന് കാണിച്ചു തരണമേ. സൂര്യൻ ഉദിച്ചില്ല, സൂര്യപ്രകാശം വന്നില്ല, പക്ഷേ കിഴക്കേ ആകാശത്തിൽ പയ്യെ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ മുൻകൂട്ടി തെളിവായിട്ട് ചുവപ്പ് രാശി വീശുന്നല്ലോ കർത്താവ്, അതെനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അനുഗ്രഹത്തിൻ്റെ കൈപ്പത്തികൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. കർത്താവേ, അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തനായ ദൈവമേ, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇനി കൈപ്പത്തിയോളം മേഘം കാണിച്ചു തരണമേ. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ, നാളുകളായി ഞാൻ അപേക്ഷിക്കുന്നില്ല കർത്താവേ, ഒരു കൈപ്പത്തിയോളം മേഘം നീ എനിക്ക് കാണിച്ചു തരണമേ. പ്രാർത്ഥിക്കാം. ഏലിയാവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. 7-ാം പ്രാവശ്യം ബാല്യക്കാരെന്ന് പറഞ്ഞു, കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ദേശത്തെമ്പാടും കൈപ്പത്തിയോളം മേഘം ഉയരുന്നുണ്ട്. ഒരു വലിയൊരു ആത്മീയമാരിയുടെ കൈപ്പത്തിയോളം മേഘം ഉയരുന്നുണ്ട്. വലിയൊരു ആത്മീയമാരി ദേശത്തെല്ലാം പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു വലിയ ആത്മീയ ഉണർവ് ഇന്ന് ദേശത്ത് വ്യാപിക്കാൻ പോവുകയാണ്. സഭകൾ ഉണരാൻ പോവുകയാണ്. ഇതുവരെയും നിർജ്ജീവമായിരുന്ന സഭകൾ ഉണർന്നു വരികയാണ്. ഇതുവരെയും ജീവനില്ലാത്ത സഭകൾ ജീവൻ പ്രാപിച്ച് വരികയാണ്. ഇതുവരെയും ജീവനില്ലാത്ത കൂട്ടായ്മകൾ ജീവൻ പ്രാപിച്ച് വരികയാണ്. ചൈതന്യമില്ലാതെ നടന്ന പ്രാർത്ഥനാ യോഗങ്ങൾ ചൈതന്യമുള്ളതായി തീരുകയാണ്. വ്യത്യാസം വരികയാണ്. അനേകർക്ക് മാറ്റം വരികയാണ്. കാലം തീരാറായിരിക്കുന്നു. രാജാതിരാജം വരാറായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് മുമ്പുള്ളതായ കാഹളധ്വനികൾ കേൾക്കാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇന്നത്തെ കാലലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി വരികയാണ്. കർത്താവ് വരാറായി. വലിയൊരു ആത്മീയുണർവ് സംഭവിക്കാൻ പോവുകയാണ്. ആത്മീയുണർവിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? കൈപ്പത്തിയോളം മേഘം വരണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു യാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു യാഗം നടക്കേണ്ടിയിരിക്കുന്നു. കൈപ്പത്തിയോളം മേഘം വരും. വലിയൊരു ഉണർവുണ്ടാകും. ധാരാളമായി മഴ പെയ്യാൻ തുടങ്ങും. ഇടപെടാത്ത മഴ ദേശത്ത് പെയ്യാൻ തുടങ്ങും. പെയ്യണമെങ്കിൽ ഒരു പാവപ്പെട്ട വിശുദ്ധനായ ദൈവപുരുഷൻ നിന്ന് പ്രാർത്ഥിക്കണം. ത്യാഗം സഹിച്ചുകൊണ്ട്, യാഗം കഴിച്ചുകൊണ്ട് ഒരു ദൈവപുരുഷൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴുണ്ട് കൈപ്പത്തിയോളം മേഘം ഉയരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, കൈപ്പത്തിയോളം മേഘം കാണുമാറാകണമേ. നന്മയ്ക്ക് ഇടയാളം തരണമേ. ഞങ്ങളുടെ ദേശം ഉണരണമേ. ഞങ്ങളുടെ കൂട്ടായ്മ ഉണരണമേ. സഭകൾ ഉണരണമേ. സമുദായങ്ങൾ ഉണരണമേ. സഭാഭേദം കൂടാതെ മനുഷ്യരെല്ലാവരും ആത്മീയരായി തീരണമേ. മാനസാന്തരപ്പെട്ടവർ ഇനിയും മാനസാന്തരപ്പെടണമേ. ഇനിയും വിശുദ്ധന്മാർ എഴുന്നേൽക്കണമേ. വിശുദ്ധന്മാരുടെ തലമുറ ഉണ്ടാകണമേ. കർത്താവെ, വിശുദ്ധന്മാരും വ്രതന്മാരും വ്രതസ്ഥന്മാരും എഴുന്നേറ്റ് അതിൻ്റെ വേല ചെയ്യുമാറാകണമേ. അനേകരെ യേശുവിനെ സാക്ഷിക്കുന്നവരായി തീരണമേ. വിശുദ്ധ സുവിശേഷം പറയുവാൻ അനേകർ നാവിന്മേൽ തീ കൊടുക്കണമേ. കർത്താവേ, നാവിന്മേൽ തീയുള്ള സുവിശേഷന്മാർ എഴുന്നേൽക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉയരേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമായി ഉയരേണ്ടിയിരിക്കുന്നു. നാവിൽ തീയുള്ള സുവിശേഷകന്മാർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉള്ളത്തിൽ തീ കത്തുന്ന സുവിശേഷകന്മാർ. എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 39-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ ഹൃദയത്തിന് ചൂട് പിടിക്കുമ്പോഴാണ് നാവെടുത്ത് സംസാരിക്കുന്നത്. വായിക്കാം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. എൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. എൻ്റെ നാവിൽ തീ കത്തി. എൻ്റെ മനസ്സിൽ തീ കത്തി. എൻ്റെ ഹൃദയത്തിൽ തീ കത്തി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ തീ. കുറച്ചു മുമ്പ് കർമ്മേൽഗിരിയിൽ തീ കത്തി. ഇപ്പോഴിതാ പാവപ്പെട്ട ദൈവപുരുഷൻ്റെ ഉള്ളിൽ തീ കത്തി. ഏലിയാവിൻ്റെ ഉള്ളിൽ തീ കത്തി. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കൂ, കർത്താവേ, ഈ തീ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ നാവിൽ കത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ നാവിൽ തൊടുവിക്കണമേ. പണ്ട് യെശയ്യാ പ്രവാചകൻ്റെ ചുണ്ടിൽ തൊട്ടതായ, അധരങ്ങളിൽ തൊട്ടതായ ആ തീ കനൽ എൻ്റെ മേലും തൊടണമേ. കർത്താവേ, ആ തീയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും സാധ്യമല്ല. എനിക്ക് സ്വന്തമായൊരു വിജയം സാധ്യമല്ല. സ്വന്തമായി നേടാൻ സാധ്യമല്ല. എനിക്ക് സ്വന്തമായി കരുത്തില്ല. സ്വന്തമായി ശക്തിയില്ല. ഏലിയാവ് പറഞ്ഞു, കർത്താവേ,
ഞാൻ നിസ്സാരനായ പാവപ്പെട്ട പ്രവാചകൻ, വെറും കൺട്രിയായ പ്രവാചകൻ, വെറും അപരിഷ്കൃതനായ പ്രവാചകൻ, വെറും അപരിഷ്കൃതനായ ഒരു സാധു ദൈവപുരുഷൻ. എൻ്റെ കർത്താവേ, ഞാൻ കാട്ടിൽ നിന്ന് വന്നവനാണ്. തിസ്ബി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ പിറന്നവനാണ്. ഒരു കുഗ്രാമത്തിൽ പിറന്ന സാധുവും അഗതിയും നിസ്സാരനും ദരിദ്രനുമായ എനിക്ക് എന്നെക്കൊണ്ട് എന്ത് സാധിക്കും? കർത്താവേ, എന്നെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. നിന്റെ തീ ഇറങ്ങിയാൽ സാധിക്കും. കർമ്മേൽ തീ ഇറക്കിയവനെ, ഇപ്പോൾ നിന്റെ നാവിൽ തീ ഇറക്കണമേ. ദൈവത്തിന് സ്തോത്രം. കർമ്മേൽ തീ ഇറക്കിയവനെ, എൻ്റെ അധരങ്ങളിൽ തീ ഇറക്കണമേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവേ, എൻ്റെ നാവിൽ തീ തരണമേ, എൻ്റെ അധരങ്ങളിൽ തീ തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ധ്യാനത്തിൽ തീ കത്തണമേ, എൻ്റെ നാവിൽ തീ കത്തണമേ. യേശുവേ, എൻ്റെ ഉള്ളം ചൂടുപിടിക്കണമേ. കർത്താവേ, എനിക്ക് തീ കത്തുന്ന അനുഭവം തരണമേ. ഉള്ളം ചൂടുപിടിക്കുന്ന അനുഭവം തരണമേ. ചൂടുപിടിക്കുന്ന അനുഭവം. ആത്മാക്കൾക്ക് വേണ്ടി ചൂടുപിടിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ചൂടുപിടിക്കുകയാണ്. വെള്ളമില്ലാതെ വരണ്ട നിലത്തിന് വേണ്ടി ചൂടുപിടിക്കുകയാണ്. ദാഹിച്ചു വലയുന്ന ജനത്തിന് വേണ്ടി ചൂടുപിടിക്കുകയാണ്. പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചൂടുപിടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പട്ടിണി പാവങ്ങൾ, ദൈവത്തിന് സ്തോത്രം. നാളുകളായി മഴ കിട്ടാതെ വലയുന്ന പാവപ്പെട്ടവർ, നാളുകളായി സത്യസുവിശേഷം കേൾക്കാത്ത പാവപ്പെട്ടവർ, ഇന്നും ഏതാണ് ചില കർമ്മ ആചാരങ്ങളുടെ പിന്നാലെ പോകുന്ന പാവപ്പെട്ടവർ, ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന പാവപ്പെട്ടവർ, ചില അനുഷ്ഠാനങ്ങൾ മാത്രം തങ്ങി നിൽക്കുന്ന പാവപ്പെട്ടവർ, സാക്ഷാത്തായി തീയുടെ അനുഭവം എന്താണെന്ന് അറിയാൻ വയ്യാത്ത സാധുക്കൾ, ഇടം കയ്യേത് വലം കയ്യേത് തിരിച്ചറിയാൻ പാടില്ലാത്ത സാധുക്കൾ, അവരോട് കർത്താവേ, നീ ഇന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇടം കയ്യേത് വലം കയ്യേത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത സാധുക്കൾ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ആത്മാവുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ ഒന്നും അറിയാൻ പാടില്ലാത്ത പാവപ്പെട്ടവർ, കർത്താവേ, ഈ പാവപ്പെട്ട ജനത്തോട് നീ കരുണ കാണിക്കണമേ. ഈ ജനത്തെ നീ ഉണർത്തണമേ. ഈ ജനത്തിന് സാക്ഷാത്തായ ഒരു ആത്മീയ ഉണർവ് തരണമേ. ഈ ജനത്തിന്മേൽ സ്വർഗത്തിൻ്റെ മഴ പെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ മഴ പെയ്യണമേ. ദേശം വരണ്ട് കിടക്കുന്നല്ലോ, ദേശം ഉണങ്ങി വരണ്ട് കിടക്കുന്നല്ലോ, ഭവനങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നല്ലോ, അനേകം കുടുംബങ്ങൾ സമാധാനം ഇല്ലല്ലോ, കുടുംബങ്ങളിൽ സ്വസ്ഥത ഇല്ലല്ലോ, കുടുംബങ്ങൾ നരകമായി കിടക്കുന്നല്ലോ, കുടുംബ സമാധാനം ഇല്ലല്ലോ, പരസ്പരം ചണ്ടയും കലഹവും പരസ്പരം അഭിപ്രായ വ്യത്യാസവും പരസ്പരം പോരുമായി കുടുംബങ്ങൾ വലയുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തെ തീ ഇറക്കി തരണമേ. കുടുംബങ്ങളിലേക്ക് ആത്മാവിൻ്റെ പെരുമഴ പെയ്യണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിന് തീ ഇറക്കുകയും സ്വർഗത്തിന് മഴ പെയ്യുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ ചൂട് പിടിച്ചു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദയലിയ പ്രവാചകൻ ആ തീക്ക് വേണ്ടി യാചിച്ചു. പ്രവാചകൻ പ്രാർത്ഥിച്ചു, തീ വന്നു. ഇപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം കാണിച്ചു കൊടുത്തു. കൈപ്പത്തിയോളം മേഘം, കൈപ്പത്തിയോളം മേഘമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരാശ്വാസകരമായ കാഴ്ചയാണ്. കൈപ്പത്തിയോളം മേഘം ഉയരുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മീയമുണർവിൻ്റെ ലക്ഷണം എന്താണ്? ഈ മഴ പെയ്യാതിൻ്റെ ലക്ഷണം എന്താണ്? മഴ പെയ്യുന്നതിൻ്റെ ലക്ഷണം, ദൈവത്തിന് സ്തോത്രം, കുറ്റബോധം കിട്ടുക എന്നുള്ളതാണ്. പാപബോധം കിട്ടുക. വചനം കേൾക്കുമ്പോൾ അയ്യോ, ഞാൻ ഇത്രയും കാലം പാഴാക്കിപ്പോയല്ലോ എന്നുള്ള പാവബോധം കിട്ടുന്നു. അയ്യോ, നഷ്ടമായി പോയല്ലോ എന്നുള്ള പാവബോധം കിട്ടുന്നു. കഷ്ടം, എൻ്റെ ജീവിതത്തിൽ നീ തന്ന നല്ല നല്ല അവസരങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ള പാവബോധം കിട്ടുന്നു, കുറ്റബോധം കിട്ടുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ ഞാൻ കടന്നുപോയാൽ ഞാൻ എൻ്റെ കർത്താവേ ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലുകയില്ലല്ലോ എന്നുള്ള വാസ്തവമായ ബോധ്യം കിട്ടുന്നു. ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ കടന്നുപോയാൽ, ഈ ഭൂമിയിൽ ഞാൻ മാറ്റപ്പെട്ടാൽ എൻ്റെ കർത്താവേ പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന ഉദ്യാനത്തിലേക്ക് ഞാൻ ചെല്ലുകയില്ലല്ലോ എന്നുള്ളതായ ബോധ്യം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സ്ഥിതിയിൽ കർത്താവേ ഞാൻ നരകയോഗ്യനാണല്ലോ എന്നുള്ള ബോധം കിട്ടുന്നു, പാവബോധം കിട്ടുന്നു. അപ്പോഴാണ് ആത്മീയമുണർവ് ആരംഭിക്കുന്നത്. പാവബോധം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ ജോൺ വെസ്ലി അദ്ദേഹം പറഞ്ഞു ഒരവസരത്തിൽ, ഐ വെന്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് ദെയർ, ബട്ട് ഹൂ വിൽ കൺവേർട്ട് മീ. ഞാൻ അമേരിക്കയിലേക്ക് പോയി, അവിടെയുള്ള ക്രിസ്ത്യാനികളെ ആത്മീയം ഉണർത്താൻ വേണ്ടി ഞാനവിടെ പോയി. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാനസാന്തരം കൊടുക്കാൻ വേണ്ടി ഞാനവിടെ പോയി. ഐ വെന്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് ദെയർ, ബട്ട് ഹൂ വിൽ കൺവേർട്ട് മീ. എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? സ്തോത്രം. അദ്ദേഹം സുവിശേഷകനായിരുന്നു, ദൈവവേലക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. ഞാൻ വേലക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനാണ്. പക്ഷേ എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. ഞാൻ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. എനിക്ക് രൂപാന്തരം ആവശ്യമാണ്. എൻ്റെ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ എത്തുകയില്ല. ഐ വെന്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് ദെയർ ആൻഡ് ഹൂ വിൽ കൺവേർട്ട് മീ. എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? സങ്കടത്തോടെ കരഞ്ഞു. തുടർന്ന് വെയിൽസിലെ ആത്മീയമുണർവുണ്ടായി. ഭയങ്കരമായ വലിയൊരു ആത്മീയമുണർവുണ്ടായി. ഒരു ദൈവവിശ്വാസി, ഒരു ദൈവത്തിൻ്റെ വേലക്കാരൻ ഉണർന്നപ്പോൾ, ദൈവത്തിൻ്റെ വേലക്കാരൻ ഉണർന്നപ്പോൾ അവിടെ ആത്മീയ ഉണർവുണ്ടായി. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മീയ ഉണർവുണ്ടാകാം.
കർത്താവേ, എനിക്ക് മാനസാന്തരം ആവശ്യമാണ്, എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമെങ്കിൽ എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. എൻ്റെ ഹൃദയം ഇനി മാറേണ്ടിയിരിക്കുന്നു, എൻ്റെ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ മാനസാന്തരം തരണമേ, എനിക്ക് സ്വഭാവ രൂപാന്തരം തരണമേ, സ്വഭാവം മാറ്റിത്തരണമേ. കർത്താവേ, നിൻ്റെ തിരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നവീകരിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ പുതുതാക്കി തീർക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ പുതുതാക്കി തീർത്ത് നവീകരിച്ച് എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ, സമാധാന ജീവിതം കൊടുക്കണമേ, സ്വൈര ജീവിതം കൊടുക്കണമേ, ആശ്വാസ ജീവിതം നൽകണമേ, ഭാവിയെ അനുഗ്രഹീതമാക്കി തീർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.